പഹൽഗാമിൽ ആക്രമണം നടത്തിയ കശ്മീർ സ്വദേശികളായ 2 ഭീകരരുടെ വീടുകൾ തകർത്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരിക്കുന്നത്. ആസിഖ് ഷെയ്ഖിന്റെ ത്രാലിലുള്ള വീടും ആദിൽ തോക്കറിന്റെ അനന്ത്നാഗിലുള്ള വീടുമാണ് തകർത്തത്. അതേസമയം ഭീകരർക്കായി വനമേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. അനന്ത്നാഗിൽ നിന്ന് നോബൽ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പെഹൽഗാമിൽ ഉണ്ടായ ഭീകര ആക്രമണത്തിന് സഹായം ചെയ്ത ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറുടെ വസതിയാണ് ഈ കാണുന്നത്. ഈ വസതി ഇന്നലെ രാത്രി സുരക്ഷാ സേന പൂർണ്ണമായും തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദിൽ ഹുസൈൻ തോക്കർ ഈ ഭീകരവാദികൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് രേഖാചിത്രം അടക്കം പുറത്തുവിട്ടുകൊണ്ട് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. അതിനു പിന്നാലെ ഇന്നലെ രാത്രി സുരക്ഷാ സേന ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും സ്ഫോടക വസ്തുക്കളടക്കം ഈ വീട്ടിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് 12 മണിയോടെ ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീട് തകർത്തിരിക്കുന്നത്. ആദിൽ ഹുസൈൻ തോക്കർ ഈ ഈ ഭീകരാക്രമണത്തിൽ പങ്കാളിയാണ് എന്ന് വിവരം വന്നതിന് പിന്നാലെ തന്നെ ആദിൽ ഹുസൈൻ തോക്കറുടെ പിതാവ് അടക്കമുള്ള ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആദിൽ ഹുസൈൻ തോക്കറുടെ പിതാവ് വെലി മുഹമ്മദ് തോക്കർ അടക്കം അതോടൊപ്പം തന്നെ 2 സഹോദരന്മാരും ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. 2018 ആദിൽ ഹുസൈൻ തോക്കർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ എത്തി അവിടെ ഭീകരവാദത്തിന് വേണ്ട പരിശീലനം അടക്കം നേടിക്കൊണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ചെയ്തത്. പിന്നീട് കശ്മീരിൽ ഭീകരവാദികളുടെ ഒരു ഗൈഡായാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഈ ഭീകരൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെഹൽഗാം ആക്രമണത്തിലടക്കം ഇയാളുടെ സഹായം ഭീകരവാദികൾക്ക് ലഭിച്ചത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അത്തരത്തിൽ ബൈസൺ വാലിയിൽ ഈ വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഈ ഭീകരവാദികൾ ആക്രമണം നടത്തി നിരപരാധികളെ വധിക്കുമ്പോൾ ഒപ്പം ആദിൽ ഹുസൈൻ തോക്കറും ഉണ്ടായിരുന്നു എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. ആണെങ്കിലും ആദിൽ ഹുസൈൻ തോക്കറുടെ വസതി പൂർണ്ണമായും ഏറെക്കുറെ ഇപ്പോൾ തകർത്തിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഈ നടപടി സുരക്ഷാ സേനയുടെ ഭാഗത്ത് ഉണ്ടായത്. ഭീകരവാദത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ നടപടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആദിൽ ഹുസൈൻ തോക്കറുടെ പിതാവ് വെലി മുഹമ്മദ് തോക്കർ 40 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിലാണ് ആദിൽ ഹുസൈൻ തോക്കർ ജനിച്ചത്. പിന്നീട് അധ്യാപകനായി അയാൾ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ പരിസരവാസികൾ പറയുന്നു. പക്ഷേ 2018 ശേഷം ഈ നാടുമായോ നാട്ടുകാരുമായോ ഈ കുടുംബവുമായോ ഒരു ബന്ധവും ആദിൽ ഹുസൈൻ തോക്കർ വെച്ച് പുലർത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതായത് പാകിസ്ഥാനിൽ പോയി ഭീകരവാദത്തിന് ട്രെയിനിങ് നേടിയ ശേഷം ഇത്തരത്തിൽ ഈ വീടുമായോ അല്ലെങ്കിൽ ഈ നാടുമായോ ഒരു ബന്ധവും ഇയാൾക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതാണെങ്കിലും ആദിൽ ഹുസൈൻ തോക്കറുടെ വസതി ഇത്തരത്തിൽ തകർത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, അങ്ങ് പുൽവാമയിലെ ത്രാലിൽ ആസിഫ് ഷെയ്ഖ് എന്ന ഭീകരന്റെ വസതിയും ഇതുപോലെ തന്നെ സുരക്ഷാ സേന ഇന്നലെ രാത്രി തകർത്തിരുന്നു. അതായത് ഭീകരവാദത്തിനെതിരെ കൃത്യമായ സന്ദേശം നൽകുന്ന നടപടിയാണ് സുരക്ഷാ സേനയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ട് നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, പെഹൽഗാം.